ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലും അന്വേഷണം തുടരുകയാണ്. ബിഗ് ബോസ് താരം ജിൻഡോയെ ആലപ്പുഴയിൽ എക്സൈസ് സംഘം ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. സിനിമാ താരങ്ങളായ ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും ഇന്നലെ ചോദ്യം ചെയ്തതിന് പിന്നാലെ ബിഗ് ബോസ് താരവും ചോദ്യമുനയിലേക്ക് എത്തിയിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്നും ചോദ്യം ചെയ്യലിന് ശേഷം എല്ലാം പറയാമെന്നുമായിരുന്നു ജിൻഡോയുടെ പ്രതികരണം. ചേട്ടാ, ഇവിടെ 10,000 ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരാൾ നമ്മളത്ര ഉള്ളൂ, അല്ലാതെ വേറെ ആരുമല്ല. ചേട്ടാ, ഞാൻ വന്നപ്പോ എല്ലാം പറയാം. അറിയുമ്പോ എല്ലാം പറയാം. കുറെ പറയാൻ വരുമ്പോ പറയാം. ശരത് എസ് എസ് ആലപ്പുഴയിൽ നിന്ന് നമുക്കൊപ്പം. ശരത് എസ് എസ്, സിനിമാ മേഖലയിൽ നിന്നുള്ളവരെ വിളിപ്പിച്ചു. അതിന് പിന്നാലെ ഇപ്പോൾ ബിഗ് ബോസ് താരം ജിൻഡോ ഒരു ജിംനേഷ്യം അല്ലെങ്കിൽ മസിൽ ബിൽഡിംഗ് ഒക്കെയായി ബന്ധപ്പെട്ട മറ്റൊരു മേഖലയിൽ കൂടി നിൽക്കുന്ന ആളാണ് ബിഗ് ബോസ് താരം എന്നതിനപ്പുറം. അതുകൊണ്ട് എല്ലാ ഇടങ്ങളിലേക്കും അന്വേഷണം ഈ തസ്ലീമയെ ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു എന്ന് കരുതേണ്ടിയിരിക്കുന്നു ഈ ഘട്ടത്തിൽ. സുജയ, അത് തന്നെയാണ്. അതായത് സിനിമാ മേഖലയിൽ മാത്രമല്ല, വിവിധ മേഖലയിൽ തസ്ലീമയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷണ സംഘം ലക്ഷ്യം വെക്കുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ സൗമ്യയെയും ഇപ്പോൾ ജിൻഡോയെയും ഒപ്പം സിനിമാ നിർമ്മാതാവിന്റെ സഹായിയായി പ്രവർത്തിക്കുന്ന ജോഷി, അങ്ങനെ മൂന്ന് പേരെ ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ജോഷിയെയും ഒപ്പം ജിൻഡോയും, അങ്ങനെ രണ്ടുപേരെയാണ് ഇന്നിപ്പോൾ ചോദ്യം ചെയ്യുന്നത്. ഇന്ന് രാവിലെ ആയിരുന്നു ഇരുവരോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. പക്ഷേ ജിൻഡോ ഇത്തരത്തിൽ വളരെ വൈകിയാണ്, അതായത് 3 മണിയോട് കൂടിയാണ് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരായിട്ടുള്ളത്. രാവിലെ എത്താൻ സാധിക്കില്ല എന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചിരുന്നു. പക്ഷേ രാവിലെ തന്നെ ജോഷി അന്വേഷണ സംഘത്തിന് മുമ്പിൽ എത്തിയിരുന്നു. നിലവിൽ ജോഷിയുടെ ചോദ്യം ചെയ്യൽ നടന്നിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് വിളിച്ചു വരുത്തിയത് എന്നുള്ളതാണ് ഇരുവരും പറയുന്നത്. അതായത് ഈ തസ്ലീമയ്ക്ക് ഇരുവരും പണം കൈമാറിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ജോഷി ഇത്തരത്തിൽ 200-300 രൂപയൊക്കെ പലതവണ അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹവും പ്രതികരിച്ചിട്ടുള്ളത്. അത് ഇത്തരത്തിൽ ഭക്ഷണം കഴിക്കാൻ ഉൾപ്പെടെ പൈസ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു തസ്ലീം. അതിന്റെ അടിസ്ഥാനത്തിൽ പണം നൽകി എന്നുള്ളതാണ് ജോഷി പ്രതികരിച്ചിട്ടുള്ളത്. മറ്റ് ഇടപാടുകളൊന്നും തന്നെയില്ല, ലഹരി ഇടപാടുമായി ബന്ധമില്ല എന്നുള്ളതായിരുന്നു ജോഷിയുടെ പ്രതികരണം. ഒപ്പം ജിൻഡോയും പറയുന്നത് ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഇപ്പോൾ ബിഗ് ബോസ് താരം ജിൻഡോയെ ചോദ്യം ചെയ്യുകയാണ്. ജിൻഡോയിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന പ്രതികരണം എന്താണ് എന്നുള്ളത് ചോദ്യം ചെയ്യലിന് ശേഷം പറയാം എന്നാണ് ജിൻഡോ പറഞ്ഞിട്ട് അകത്തേക്ക് പോയിരിക്കുന്നത്.